പക്ഷെ ഒരുപക്ഷെ അദ്ദേഹത്തിന് പിൽക്കാലത്ത് താങ്കളുടെ അനുഭവം എന്ന് വെച്ചാൽ അദ്ദേഹം വിട്ടേച്ചു പോയല്ലോ. അപ്പൊ അങ്ങനെ വിട്ടേച്ചു പോകുന്ന ആൾ എന്തിനാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്നിട്ട് ആള് പറഞ്ഞു പുതുമോടിയിൽ അടിച്ചതായിരിക്കും. കല്യാണത്തിന് മുമ്പ് ആൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ആളെക്കാളും എന്നെ സ്നേഹിക്കുന്ന ആള് വേറെ കിട്ടില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പൊ ആ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു ജോലിയുടെ ഓഫർ ലെറ്റർ വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ദുബായി തന്നെയായിരുന്നു. ഞാൻ റിസൈൻ വെച്ച് വരുമ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ 2 ലക്ഷം രൂപ അതിൽ സാലറി ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പണമായിരുന്നു ആവശ്യം. അപ്പൊ ആള് പിന്നെ എന്തായാലും എന്നെ വിടില്ല. കുഴപ്പമില്ല, ഇതിപ്പോ മാറിപ്പോണ അസുഖല്ലേ, കുറച്ച് കഴിഞ്ഞാൽ അവള് ജോലിക്ക് പോവുമല്ലോ എന്ന് വെച്ചിട്ട് ആള് ഓക്കെ പറഞ്ഞ ആള് വീട്ടുകാരൊക്കെ ഓക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ ആള് 8 ദിവസം കഴിഞ്ഞപ്പോ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ചു പോയിട്ട് പിന്നെ ഞാൻ അവരുടെ വീട്ടിലാണ് നിന്നത്. അപ്പൊ അച്ഛൻ എന്നെ തീരെ ഇഷ്ടമല്ല. അച്ഛൻ പറഞ്ഞു ഹൈറ്റ് കുറവാണ്, ഇതില് നല്ല പെണ്ണിനൊക്കെ എന്റെ മകന് കിട്ടും. ഭർത്താവിനെ അറിയിച്ചോ ഇങ്ങനെയൊക്കെ വീട്ടിൽ ചില സംസാരമൊക്കെ ഉണ്ട്? ഞാൻ പക്ഷെ പറഞ്ഞാലും ആള് വിശ്വസിക്കില്ല. ആളുടെ അച്ഛനും അമ്മയും പറഞ്ഞു മാത്രമേ ആള് വിശ്വസിക്കുള്ളൂ. ഈ കല്യാണം കഴിഞ്ഞു ഇതിനെ കുറിച്ച് വല്ല ടെസ്റ്റ് വല്ലതും നടത്തുമോ അങ്ങനെ എന്തെങ്കിലും? ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മാസത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഇത് കിഡ്നീനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറയുമ്പോ അസുഖമാണെന്ന് പുറത്ത് പറയാൻ വേണ്ടിട്ട് ആൾക്കാരുടെ അടുത്ത് പറയാൻ വേണ്ടി ബന്ധുക്കളോട് പറയാൻ വേണ്ടി ആൾക്ക് നാണക്കേടാണ്. അത് കാരണം പിന്നെ അവർ കൊണ്ടുപോയില്ല. ഞാൻ എന്നും പറയും മാസത്തിലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോണം എന്നുള്ള കാര്യം. എന്നാൽ എന്റെ വീട്ടിലേക്ക് വിടില്ല, ഞാൻ ഇവിടെ തന്നെ നിർത്തും. ഞാൻ എന്നാ എന്റെ വീട്ടിൽ പോയാൽ എനിക്ക് ടെസ്റ്റ് ചെയ്യാലോ. പക്ഷെ അച്ഛനോട് ഫോൺ ചെയ്ത് പറയാൻ പാടില്ല അച്ഛനെയും കൊണ്ടൊന്ന് വരണം. അച്ഛനോട് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോഴേക്കും നമ്മൾ എങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ മാക്സിമം അച്ഛൻ അറിയാമായിരുന്നു ഇങ്ങനെ ചില പ്രശ്നങ്ങളും വളപ്പൊട്ടലൊക്കെ അവിടെ ഉണ്ടാവുന്നു. അതാ കൊറോണയുടെ കാലായിരുന്നു. അപ്പൊ പുറത്തു പോകാൻ ഒരു പേടി നമുക്കുണ്ട്. കൊറോണ പിടിച്ചെങ്കിലും എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ, ഇവിടെ വയ്യാത്താണല്ലോ, അങ്ങനെ വേണ്ടായിരുന്നു. പക്ഷെ ഇവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിട്ടിട്ടില്ല, അവരുടെ വീട്ടിൽ തന്നെ പിടിച്ചു നിർത്തി. അപ്പൊ ഇവരെ വീട്ടിൽ നിൽക്കുമ്പോ അച്ഛന് ഭയങ്കര പരാതി, ഞാൻ ഹൈറ്റ് പോരാ, എന്റെ മകന് 100 പവൻ കിട്ടിയേനെ, അപ്പൊ അവന്റെ വിദ്യാഭ്യാസവും ഭംഗിയൊക്കെ വെച്ചിട്ട് 100 പവൻ കിട്ടിയേനെ, നീ വന്നിട്ടാണ് അതിപ്പോ നശിപ്പിച്ച്. ഡോക്ടറുടെ കല്യാണാലോചന വന്നതായിരുന്നു, അത് അപ്പോഴേക്കും നേഴ്സായി പോയി. ഡോക്ടറാണെങ്കിൽ കുറച്ചും കൂടി ശമ്പളം കിട്ടൂലോ. അപ്പൊ ഡോക്ടറുടെ കല്യാണാലോചന വന്നായിരുന്നു, അത് അന്ന് മുടങ്ങിപ്പോയി. അത് പിന്നെയാണ് മകൻ നിന്നെ കണ്ടത്, അപ്പോഴേക്കും നിന്നെ കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളെപ്പോഴും അവിടെ പറയും ഇങ്ങനെ. ഈ ദിവ്യയുടെ രോഗം മൂർച്ഛിച്ചു തുടങ്ങിയപ്പോഴാണ്, അതായത് കിഡ്നി ബാധിച്ചു അല്ലേ? അത് 8 ഡ്യൂറേഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ടിരുന്നപ്പോ പിന്നെ നമ്മള് ഒരിടയ്ക്ക് 1-2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴൊക്കെ നോർമൽ ആയിരുന്നു. 8 മാസം കഴിഞ്ഞാൽ ഒരു ഗൾഫിലേക്ക് പോയി ഞാൻ ജോലിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എത്തിയപ്പോ എന്റെ കാലില് നീര്. അപ്പൊ ഡോക്ടറെ കാണിച്ചു പറഞ്ഞു ഇത് എന്തോ സംതിങ് പ്രശ്നമാണ്, കിഡ്നി ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് കോസ്റ്റൊന്നും താങ്ങാൻ പറ്റില്ല, ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് പോയിട്ടുള്ളൂ. അപ്പൊ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഇവിടുന്ന് ബയോപ്സി എടുത്തു. എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തതിന് ശേഷം അവർ പറഞ്ഞു കിഡ്നിനെ ബാധിച്ചിട്ടുണ്ട്, കുറച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെന്റിൽ കുറച്ചു കാലം പോയി. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഡോക്ടർ ഗുളിക ഹോൾഡ് ചെയ്തു. പിന്നെ ഞാൻ പോട്ടേന്ന് ചോദിച്ചു, ജോലിക്ക് പോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ ജോലിക്ക് പോയി തിരിച്ച് ഗൾഫിലേക്ക് പോയി. പിന്നെ വീട്ടില് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പ്രകൃതമായിരുന്നു. ആളൊരു കല്യാണ ബ്രോക്കറാണ്. വിഷ്ണുവിന്റെ അച്ഛൻ സത്യ എന്ന പേര്. പക്ഷെ ഞങ്ങളോട് കല്യാണ സമയത്ത് പറഞ്ഞ ആള് ചുങ്കത്ത് ജ്വല്ലറിയിലെ മാനേജറാന്നൊക്കെ പറഞ്ഞത്. കേൾക്കണ്ട. അതെ അതെ അല്ലല്ലോ. അപ്പൊ നമ്മളെ എന്തെങ്കിലും ഗൾഫിൽ പോയിട്ട് ഒരു നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോയോ? അവിടെ എത്തിയപ്പോൾ പിന്നെയാണ് ആളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവുന്നത്. കാരണം അധികം നാളെ ഞാൻ ആളുടെ കൂടെ നിന്നിട്ടില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് കണ്ട സ്വഭാവം അല്ല ആൾ കല്യാണത്തിന് ശേഷം കണ്ടത്. ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് ആണ് ആൾക്ക്. ഞാൻ ഭയങ്കര സംശയരോഗം ഉണ്ട് ആൾക്ക്. ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ എന്റെ ഫോണില് ആളുടെ ഫിംഗർ പ്രിന്റ് വെച്ചേക്കണം. അപ്പൊ ആൾക്ക് ഏത് നേരം വേണം എന്റെ ഫോൺ തുറക്കാലോ. പിന്നെ എന്റെ കയ്യിൽ പൈസ വെക്കാൻ പാടില്ല. ശമ്പളം കിട്ടിയാൽ ആൾക്ക് കൊടുക്കണം, മുഴുവൻ പൈസ കൊടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കപ്പുറത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കും, ഞാൻ ഡൈവോഴ്സ് ചെയ്യും. ഭീഷണിയാണ്. പിന്നെ കുറച്ച് 2 ദിവസത്തേക്ക്, ഒരാഴ്ച നീണ്ടു നിൽക്കില്ല, 2 ദിവസത്തേക്ക് സന്തോഷം. അപ്പൊ ഞാന് വിചാരിച്ചു മാക്സിമം വഴക്കുണ്ടാവാണ്ട് പോട്ടെ. പിന്നെ ഞങ്ങള് വീട്ടില് 3 പെൺമക്കളാണ്. അപ്പൊ ഇയാളെ ഡൈവോഴ്സ് ചെയ്ത് ഞാൻ എവിടെ പോയിരിക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറയാണ് കുഴപ്പമില്ല, പൈസ എന്താ ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ ആള് ഞാൻ ട്രാൻസ്ഫർ ചെയ്യല് എല്ലാ മാസവും. അങ്ങനെ 8 മാസത്തെ സാലറി ആള് മേടിച്ചു. ഒരു 8-9 ലക്ഷത്തോളം രൂപ. ഇപ്പൊ ഇവര് വീട്ടുകാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടും. അപ്പൊ അച്ഛൻ എന്നെ
അസുഖം വന്നതിന് ശേഷം ആൾക്ക് ഇഷ്ടല്ല. അപ്പൊ ആള് എന്നും പറയുന്ന ഒരു കാര്യമാണ്, നീ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കുക. അസുഖങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, നീ എങ്ങനെയല്ല അത്ര ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമാണെന്നുള്ള പരിഗണനയൊന്നും ഇല്ല. ആൾക്കില്ല. ആൾക്ക് മീൻസ് നാണക്കടാണ് ആൾക്കാരോട് പറയാനായിട്ട്. ഞാനെങ്ങനെ എന്റെ മരുമകൾക്ക് അസുഖം നാട്ടുകാരോട് പറയാ? ബന്ധുക്കളെ പറഞ്ഞ നാണക്കടല്ലേ? ബന്ധുക്കളൊക്കെ വരുമ്പോ കണ്ടുപിടിച്ച വഴിയാണ് ഉപേക്ഷിക്കുക. മകനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ? പിന്നെ ഇഷ്ടം പോലെ. കാരണം ആദ്യത്തെ ബയോപ്സി എടുത്തു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തിരിച്ചു വന്ന് കാലിൽ നീര് കൊണ്ട് ബയോപ്സി എടുത്തു പറഞ്ഞില്ലേ, ആ സമയത്ത് ആളുടെ സ്വഭാവം മട്ടൊക്കെ മാറി. അവര് ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്റെ അച്ഛനമ്മേനും കൊണ്ടുപോയില്ല. അവരുടെ അച്ഛനമ്മയും വരിക. അവരെ അമ്മയാണ് എന്റെ കൂടെ, വിഷ്ണുവിന്റെ അമ്മയാണ് സാവിത്രി എന്ന പേര്. സാവിത്രിയാണ് എന്റെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുക. എന്റെ വീട്ടുകാരെ നിർത്തില്ല. എന്നിട്ട് വിഷ്ണുവിന്റെ അച്ഛൻ പുറത്തു നിൽക്കും. അപ്പൊ എന്നിട്ട് നേരം വിളിയാണ്, എന്താണ് അവിടെ ചെയ്യുന്നത്, ഡോക്ടർ വന്നു, എന്താ പറഞ്ഞ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നൊരു അന്വേഷണമാണ്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി ഞങ്ങൾ വീട്ടിൽ വന്നു. വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പൊ ആള് പറയാണ്, ആള് ജസ്റ്റ് ഫ്രണ്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം എന്നെ അച്ഛനും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളെ നിങ്ങൾ കൊണ്ടുവെക്കോ, ഞങ്ങൾക്കിനി വേണ്ട, അസുഖം മാറുകയാണെങ്കിൽ മാത്രം തിരിച്ചു കൊണ്ടുവന്നാൽ മതി. അപ്പൊ അസുഖം ഉണ്ടെങ്കിൽ ഭാര്യയായിട്ട് വേണ്ട, അസുഖം ഭേദമാവുകയാണ് തിരിച്ചു വന്നു. ഓപ്ഷൻ കൊടുത്തു വിട്ടു. അപ്പൊ കേട്ടപ്പോ ഞെട്ടില്ലയോ? സത്യം പറഞ്ഞ ഞെട്ടി. നമ്മളത് ആദ്യമായിട്ടാണല്ലോ കേൾക്കണത്. അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ വിഷ്ണുവിനോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ വിഷ്ണു എന്ത് ചെയ്തു, അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരത്ത് വിഷ്ണു വിളിച്ചിട്ട് പറയാണ്, നിന്റെയിലാണ് തെറ്റ്, അച്ഛൻ്റെ അല്ല തെറ്റ്. സത്യം പറഞ്ഞാൽ ആളുടെ അച്ഛൻ എന്തൊക്കെയാണ് ആളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കറിയില്ല. അപ്പൊ അതനുസരിച്ചിട്ടാണ് ആള് വർത്താനം പറയുന്നത്. പക്ഷെ ആൾക്ക് ഇവിടുത്തെ നേരിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇല്ല. ഈ ആളുടെ അമ്മയും അച്ഛനും പറഞ്ഞ എന്തായാലും ആള് വിശ്വസിക്കും. അച്ഛനോട് ചോദിക്കട്ടെ, അതായത് അച്ഛനോടല്ലേ പറഞ്ഞത് മകളെ തിരിച്ചുകൊണ്ടുപോയിക്കളാൻ, അപ്പൊ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, നമ്മളതിപ്പോ കാര്യമായിട്ട് എടുത്തിട്ടില്ല. നമ്മള് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. മകളുടെ അസുഖം കാരണം നമ്മൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ ബാധ്യതരാണല്ലോ. മകൾ അവിടെ ജീവിക്കണം എന്നുള്ള ചിന്തയാണല്ലോ ഒരു അച്ഛനുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവര് അത്ര കാര്യമൊക്കെ എടുത്തില്ല. അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ? സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എന്നെ മകളെയും അവിടെ വീട്ടിൽ ചെന്നപ്പോ അവര് വാതിലിട്ട് അടച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ മകളെ കൊണ്ടുപോകും, ഞങ്ങൾ വേണ്ട. ഇവിടെ ഇരിക്കുമ്പോഴേ പറഞ്ഞേ, നിങ്ങളെ മകളെ കൊണ്ടുപോകും, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേൾക്കില്ലാണ്ട് ഇപ്പൊ എനിക്കിപ്പോ എന്റെ മോളെ പിടിച്ചോണ്ടിരാൻ പറ്റുമോ? വളെ കെട്ടി കൊടുത്തിട്ട് മൂന്നുപേരും കെട്ടി. അതെ, കുറച്ചേരം നമ്മൾ മിണ്ടാണ്ടിരിക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ പോലെ ഇങ്ങോട്ട് പോകുന്നു. അവരോടൊന്നും പറഞ്ഞില്ല. മകളെ അവിടെ നിർത്തിയിട്ട് പോകുന്നു. നമ്മൾ അപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ ഒരു മകളെ? അത് പറ്റത്തില്ല. അല്ലെ, ചില ആൾക്കാരുടെ ധാരണ ഈ അസുഖം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കുത്തക പിടിച്ചു വെച്ചിരിക്കുന്ന അവർക്ക് മാത്രമേ വരുമെന്ന്. അസുഖം ആർക്കും എപ്പോഴും വരാമല്ലോ. അപ്പൊ എന്നിട്ട് അങ്ങനെ വിഷ്ണു പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഇടപെട്ടിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങളെ തിരിച്ച് കയറ്റി. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോണത്.